രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 22-ാമത്തെ അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും ശ്ലോകമാണ് പഠിപ്പിക്കുന്നത്. 121-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ ക്ലാദിനി ശക്തിയും കൃഷ്ണൻ്റെ കാമുകിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. നിങ്ങളത് കേൾക്കുക. വ്യാഴാഴ്ച അഷ്ടപതി. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളത് കാണുക. ചിലർ കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. നിങ്ങൾ കൊല്ലത്ത് വന്നാൽ മതി. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. 9645333999 എന്നതിലേക്ക് വാട്സപ്പിലൊരു മെസ്സേജോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അതിനകത്ത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെയും രാധാറാണിയുടെ അവതാരമായ ബുദ്ധൻ്റെ ഭാര്യയായ യശോദയുടെയും ജീവിതകഥ മുഴുവനും ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥയിട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമൻ വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും കൊടുത്തിട്ടുണ്ട്. രാധാ കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗം വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമ്മൾ അഷ്ടപതി ആരംഭിക്കുകയാണ്. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് രാധേ രാധേ ചാനലിൻ്റെ ഒരു അവിഭാജ്യ ഘടകവും അതോടൊപ്പം തന്നെ യൂട്യൂബിൽ അതിമനോഹരമായി കഥകൾ അവതരിപ്പിക്കുകയും സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തന്നെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുമുള്ള നമ്മുടെ പ്രിയങ്കരിയായ ലണ്ടനിൽ താമസിക്കുന്ന ആശയാണ് നമുക്കിത് റെഡിയാക്കി തരുന്നത്. ഓർമ്മിക്കുക, നമ്മുടെ എല്ലാ വീഡിയോകളും ഇപ്പം നിർമ്മിച്ചു തരുന്നത് ആശയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോ ക്രിയേറ്റർ എന്ന് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് ആശയാണ്. ഈ അഷ്ടപതിയുടെയും ഒക്കെ എല്ലാം ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോഴും തന്നെ എന്ത് ചെയ്യുന്നു, അത് വീഡിയോ ആക്കി തരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ രാധാ സഹസ്രനാമം എന്ന് പറയുന്നത് 1000-ൽ പരം നാമങ്ങളാണ്. അത് കറക്റ്റ് ചൊല്ലുന്നതിനനുസരിച്ചിരുന്ന് മെനക്കെട്ട് വീഡിയോ ഉണ്ടാക്കി രാധേ രാധേ ചാനലിന് തരുന്ന ആളാണ് നമ്മളുടെ ആശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആശ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ അടുത്ത അഷ്ടപതി ഞാനൊന്ന് പാടിക്കോട്ടെ. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു. കാരണം രാധേ രാധേ ചാനലിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതും രാധേ രാധേ ചാനലിന് അത്രയ്ക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഭയങ്കര ഉപകാരമാണ് ആശ, ഭയങ്കര ഉപകാരമാണ് നമുക്ക്. നമ്മൾ എന്താ പറയേണ്ടത്, പലപ്പോഴും ഇപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പാടുന്നവരുടെ ഫോൺ നമ്പർ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പം നാരായണീയം പാടണം, ഞാൻ ഒന്നും അറിയണ്ട, ആശ നേരിട്ട് കൃഷ്ണപ്രിയയെ വിളിക്കുന്നു. കൃഷ്ണപ്രിയ നാരായണീയം വേണം, കൃഷ്ണപ്രിയയുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് വീഡിയോ ആക്കുന്നു. കൃത്യസമയമാകുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്നു. അങ്ങനെ രാധേ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ട ആശ ഹൃദയത്തിൽ തട്ടി രാധാകൃഷ്ണ ഭക്തിയിൽ അങ്ങനെ മുഴുകി അതീവമായി ഭക്തി സാന്ദ്രമായി അതീവ മനോഹരമായി മധുരമായി സർവോപരി രാധാറാണിയിൽ സ്വയം സമർപ്പിച്ച്. ഓർക്കുക, രാധാറാണിയെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ആശ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എന്തുവാണ് അതിൻ്റെ ആശയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. ചാനലിൻ്റെ ആശാസ് ഗോലോകം എന്നാന്ന് തോന്നുന്നു. ആശാസ് ഗോലോകം എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേരും. അപ്പോൾ നമ്മുടെ ആശ വളരെ മനോഹരമായത് പാടുന്നു. അത് കേൾക്കൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കും. ശശികിരണ ചുരിതോദര ജലധര സുന്ദര സകുസുമകേശം തിമിരോദിത വിധുമണ്ഡല നിർമ്മല മലയജ തിലക നിവേശം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം സാദദർശ ഗുരു ഹർഷവശം വദ ഹൃദയമനംഗവിലാസം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം. അപ്പോൾ നമ്മുടെ ആശ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ പഠിപ്പിക്കാം. ശശികിരണ ചുരിതോദര ജലധര സുന്ദരാം സകുസുമകേശം തിമിരോദിത വിധുമണ്ഡലാം നിർമ്മല മലയജ തിലക നിവേശം ഹരിമേഘരസം ചിരമഭിലാഷിത വിലാസം സാദദർശ ഗുരു ഹർഷവശം വദ ഹൃദയമനംഗവിലാസം
എഴുതിക്കോ. ശശികിരണം ചന്ദ്രരശ്മികൾ, ശശികിരണം ചന്ദ്രരശ്മികൾ. ചുരിതം അർദ്ധം വ്യാപിക്കപ്പെട്ട, ചുരിതം അർദ്ധം വ്യാപിക്കപ്പെട്ട. ഉദര ഉദര അകവശം ഉൾവശം ഉദര. ജലധരം ജലധരം മേഘം. കുസുമം കുസുമം പൂവ്. കേശം കേശം തലമുടി. തിമിരം തിമിരം ഇരുട്ട്. ഉദിത ഉദിത ഉദിച്ച. വിധുമണ്ഡലം അർദ്ധം ചന്ദ്രമണ്ഡലം. നിർമ്മലം നിർമ്മലം പരിശുദ്ധം. മലയജം മലയജം ചന്ദനം ചന്ദനം. മലയജ തിലകം അർദ്ധം ചന്ദനക്കുറി ചന്ദനക്കുറി. നിവേശം അർദ്ധം താവളം അല്ലെങ്കിൽ പ്രവേശനം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാധാറാണി ചന്ദ്രരശ്മികൾ ധാരാളം വ്യാപിച്ച കാർമേഘം പോലെ സുന്ദരമായ പുഷ്പങ്ങൾ ചൂടിയ മുടിക്കെട്ടോടു കൂടിയവനും ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഉദിച്ചുയരുന്ന ചന്ദ്രമണ്ഡലം പോലെ നിർമ്മലമായ ചന്ദനക്കുറി ചാർത്തിയവനും വളരെ കാലമായി രാധയുമായുള്ള കാമക്രീഡയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനും അത്യന്തം സന്തുഷ്ടനും ശൃംഗാരമാകുന്ന ഏകരസത്തോടു കൂടിയവനുമായ ശ്രീകൃഷ്ണനെ കണ്ടു. അപ്പോൾ രാധാറാണി എന്താ കണ്ടിരിക്കുന്നത്? ചന്ദ്രരശ്മികൾ ധാരാളം വ്യാപിച്ച കാർമേഘം പോലെ സുന്ദരമായ തലമുടിയുള്ള കൃഷ്ണന്റെ തലമുടിയിൽ പൂക്കൾ ചൂടിയിരിക്കുന്നത് കണ്ടു. അതായത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം, നമ്മുടെ ശ്രീകൃഷ്ണന്റെ മുടി അങ്ങനെ ചുരുണ്ടങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? കൃഷ്ണന്റെ മുടി അങ്ങനെ കറുത്തിരുണ്ട് ചുരുണ്ട് കാർമേഘം പോലെ കിടക്കുന്നു. ആ മുടിയാകട്ടെ അതിമനോഹരമായ പൂക്കൾ കൊണ്ടങ്ങനെ അലങ്കരിച്ചു വച്ചിരിക്കുന്നു. ആ പൂക്കളുടെ ശോഭയില് കറുത്ത് ചുരുണ്ട മുടിക്കെട്ട് അങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. അതായത് കറുത്ത് ചുരുണ്ട മുടിക്കെട്ടിൽ ഏത് നിറത്തിലെ പൂ വെച്ചാലും അത് അതിന് നല്ല യോജിക്കും. ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ ഒരു കറുത്ത പാൻസ് ഇട്ടാൽ അതിൻ്റെ കൂടെ ഏത് ഷർട്ടും എടുത്തിടാൻ പറ്റും. കാരണം നല്ലവണ്ണം അത് എന്ത് ചെയ്യും? യോജിക്കും. അതുപോലെ കൃഷ്ണന്റെ കറുത്ത തലമുടി ചുരുളിൽ ഈ പൂക്കളങ്ങനെ വെട്ടിത്തിളങ്ങി കൃഷ്ണൻ കൂടുതൽ സുന്ദരനാകുന്നു. നിങ്ങളിപ്പം നല്ല കറുത്തിരണ്ട ഒരു മേഘത്തെ ഒന്ന് സങ്കല്പിച്ചേ, മനസ്സിലൊന്ന് സങ്കല്പിച്ചേ. കറുത്ത മേഘം, അതിനകത്ത് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നത് സങ്കല്പിച്ചേ അല്ലേ? കറുത്ത മേഘം, അതിനകത്ത് മഞ്ഞ നിറമുള്ള ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. എന്തൊരു ഭംഗിയായിരിക്കും. ഇനി ആ ചന്ദ്രകിരണം ആകാശം മുഴുവനും ഇങ്ങനെ വ്യാപിക്കുന്നതൊന്ന് മനസ്സിൽ കണ്ടോ? അതേപോലെ കൃഷ്ണന്റെ കറുത്തിരുണ്ട തലമുടിയിൽ ആ പൂക്കളുടെ, അപ്പൊ നമുക്ക് മഞ്ഞപ്പൂക്കൾ എന്ന് പറയാം, കൃഷ്ണന്റെ കറുത്തിരുണ്ട തലമുടിയിൽ ചൂടിയിരിക്കുന്ന മഞ്ഞപ്പൂക്കളുടെ പ്രഭ ഇങ്ങനെ വ്യാപിക്കുന്നു. അതായത് കറുത്തിരുണ്ട മേഘത്തിൽ മഞ്ഞ നിറമുള്ള ചന്ദ്രൻ ഉദിച്ചിട്ട് കറുത്തിരുണ്ട മേഘം നിറയെ ചന്ദ്രന്റെ മഞ്ഞക്കിരണങ്ങൾ വ്യാപിക്കുമ്പോൾ എന്ത് സുന്ദരമാണോ, അതുപോലെ കൃഷ്ണന്റെ കറുത്തിരുണ്ട തലമുടിയിൽ ചൂടിയിരിക്കുന്ന മഞ്ഞപ്പൂക്കളുടെ പ്രഭ ആ കറുത്ത തലമുടി മുഴുവനും വ്യാപിച്ച് അതീവ മനോഹരമായിരിക്കുന്നു. ഇനി മറ്റൊരെണ്ണം ജയദേവ കവി പറയുന്നത്, അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്തേ. കറുത്തിരുണ്ട ആകാശം ഒന്ന് സങ്കല്പിച്ചേ. കറുത്തിരുണ്ട ആകാശം, അവിടെ മഞ്ഞ നിറത്തിലെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതൊന്ന് ചിന്തിച്ചേ. ഉദിച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ, ചെറുതായിട്ട്. കണ്ടോ എത്ര സുന്ദരം. അതായത് ചന്ദ്രന്റെ പകുതി തേങ്ങാപ്പൂള് പോലിരിക്കുന്ന പിറ കാണത്തില്ലേ, അതുപോലെ. അപ്പോൾ കറുത്തിരുണ്ട ആകാശം, അതിനകത്ത് ആ തേങ്ങാപ്പൂട് പോലെയുള്ള ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. പൂർണ്ണചന്ദ്രനല്ല. എന്ത് മനോഹരം. അതുപോലെ കൃഷ്ണന്റെ കറുത്ത നീലിമയാറുന്ന നെറ്റിത്തടം,
ആ നെറ്റിത്തടത്തിൽ ഒരു ചന്ദനക്കുറി. കറുത്തിരുണ്ട ആകാശത്തിൽ തേങ്ങാപ്പൂട് പോലെ ചന്ദ്രൻ നിൽക്കുന്നത് പോലെ ശ്രീകൃഷ്ണന്റെ കറുത്ത് നീലിമയാർന്ന നെറ്റിത്തടത്തില് ഒരു ചെറിയ തേങ്ങാപ്പൂട് പോലത്തെ ചന്ദനക്കുറി. എന്ത് രസമാണ് ആ സമയത്ത് കൃഷ്ണനെ കാണാൻ എന്ന് മാത്രവുമല്ല, ഇതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. സ്വർണ്ണ നിറമുള്ള രാധാറാണിയുടെ ശരീരത്തിന്റെ പ്രകാശം കൃഷ്ണനിൽ ഇങ്ങനെ പ്രതിഫലിക്കുകയാണ്. ഇനി മറ്റൊരു പക്ഷം, ഈ ചന്ദനക്കുറി എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ്. കാരണം രാധാറാണിക്ക് സ്വർണത്തിൻ്റെ നിറമാണ് എന്നും കൃഷ്ണന്റെ ചന്ദനക്കുറി ആരാണ്? രാധയാണ്. ഒരു ചന്ദനക്കുറി ഇടുമ്പോഴാണ് നമുക്ക് അഴക് വരുന്നത്. അതേ, കൃഷ്ണന്റെ ചന്ദനക്കുറിയാണ് രാധ. ആ രാധയുടെ സാന്നിധ്യം കൃഷ്ണനെ കൂടുതൽ സുന്ദരനാക്കുന്നു. ഒരു ചന്ദനക്കുറി ഇടുമ്പോൾ നമുക്കൊരു തണുപ്പും ശാന്തതയുമാണ്. അതുപോലെ രാധയുടെ സാന്നിധ്യം കൃഷ്ണനിൽ അസാധാരണമായ പ്രണയത്തിൻ്റെ തണുപ്പും പ്രണയത്തിൻ്റെതായ ശാന്തതയും ഉണ്ടാക്കി കൃഷ്ണനെ കൂടുതൽ സുന്ദരനാക്കുന്നത് രാധാറാണിയാണെന്നർത്ഥം. വിപുല പുളക ഭരദന്തോരിതം രതി കേളികലാധികധീരം മണിഗണകിരണ സമൂഹ സമുജ്വല ഭൂഷണ സുഭഗ ശരീരം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം സാദദർശ ഗുരുഹർഷവശം വദ ഹൃദയമനംഗവിലാസം കൃഷ്ണം ഹരിമേഘരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം. അപ്പോൾ അടുത്ത 7ാമത്തെ ശ്ലോകം നമ്മുടെ ആശ പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. വിപുല പുളക ഭരദം ദുരിതം രതി കേളികലാധികധീരം മണിഗണകിരണ സമൂഹ സമുജ്വല ഭൂഷണ സുഭഗ ശരീരം കൃഷ്ണ കൃഷ്ണ രാധ സമേത കൃഷ്ണ ഹരിമേഘരസം ചിരമഭിലാഷിത വിലസം സാദദർശ ഗുരുഹർഷവശം വദ ഹൃദയമനംഗവിലാസം. നോക്കെ അർത്ഥം എഴുതി. വിപുല, വിപുല വിശാലമായ. പുളകം അർത്ഥം രോമാഞ്ചം. ദന്തുരിതം അർത്ഥം ഉയർച്ച താഴ്ചകൾ. നമ്മൾ നിമ്നോന്നതം എന്ന് പറയുന്ന ഉയർച്ച താഴ്ച. രതികേളി കാമലീല. അധീരം, അധീരം എന്ന് പറഞ്ഞാൽ അതിസമർത്ഥൻ. ഒരർത്ഥം അതിസമർത്ഥൻ, രണ്ട് മനസ്സിനെയൊക്കെ ഇളക്കി മറിക്കുന്നവൻ. മണിഗണം, മണിരത്നം, മണിഗണം രത്നങ്ങളുടെ കൂട്ടം. കിരണം രശ്മി, സമൂഹം കൂട്ടം. സമുജ്വലം കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന. ഭൂഷണം, ഭൂഷണം ആഭരണം, ആഭരണം. സുഭഗം അതിസുന്ദരമായ. ശരീരം ദേഹം. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന? വർദ്ധിച്ച രോമാഞ്ചത്തിന്റെ ഭാരത്താൽ ഉയർച്ച താഴ്ചകളുള്ള കൃഷ്ണന്റെ ശരീരം രത്നക്കൂട്ടങ്ങളുടെ കിരണങ്ങളേറ്റങ്ങനെ തിളങ്ങുകയാണ്. ആഭരണങ്ങൾ കൊണ്ട് സുന്ദരമായ ശരീരത്തോടു കൂടിയവനും രതിക്രീഡയിൽ അതിസമർത്ഥനും കുറെ നാളായി രാധയുമായുള്ള കാമലീലയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനും സന്തോഷവാനുമായ കൃഷ്ണനെ രാധ കണ്ടു. അതായത് വള്ളിക്കുടിലിൽ പ്രവേശിച്ച രാധാറാണി
താൻ അവിടെ കണ്ട കൃഷ്ണനെ കുറിച്ചാണ് വിവരിക്കുന്നത്. രാധാറാണി കയറി. അപ്പൊ കയറിയപ്പോൾ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പറയുകയാണ്, കൃഷ്ണന്റെ ശരീരം വെട്ടിത്തിളങ്ങുന്നതാണ് കാണുന്നത്, വെട്ടിത്തിളങ്ങുന്നത്. അപ്പൊ കൃഷ്ണന്റെ ശരീരം അങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. തന്നെ കണ്ടപ്പോൾ കൃഷ്ണന്റെ മുഖം ആനന്ദത്താൽ വിടരുന്നതും കൃഷ്ണന്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ട് രാധാറാണി അതിശയിച്ചു പോയി. രാധാറാണിയെ കണ്ടതും കൃഷ്ണന്റെ മുഖത്ത് പ്രണയം ഇരച്ചു കയറി. അതോടെ കൃഷ്ണന്റെ മുഖം ചുവന്നു തുടുത്ത് കൂടുതൽ സുന്ദരമായി. കൃഷ്ണന്റെ അധരങ്ങളാകട്ടെ രാധാറാണിയെ ചുംബിക്കുവാൻ വെമ്പി. കൃഷ്ണന്റെ കരപല്ലവങ്ങളാകട്ടെ രാധാറാണിയുടെ ശരീരങ്ങളിലൂടെ ഓടി നടക്കാനും രാധാറാണിയെ അടിമുടി തലോടി രോമാഞ്ച പുളകിതയാക്കി മാറ്റുന്നതിനും വെമ്പുകയായിരുന്നു. കൃഷ്ണൻ ശൃംഗാര ലീലകളാടാൻ കൊതിക്കുകയാണ്. രാധാറാണി കൃഷ്ണനെ തന്നിങ്ങനെ തുറിച്ചു നോക്കുകയാണ്. അസാധാരണമായ സൗന്ദര്യമുള്ള കൃഷ്ണനെ, ശരീരത്ത് ധരിച്ചിരിക്കുന്ന രത്നാഭരണങ്ങളുടെ പ്രഭയിൽ കുളിച്ച് ദിവ്യ പരിവേഷമണിഞ്ഞ പ്രണയത്തിന്റെ രാജകുമാരനെ, പ്രണയത്തിന്റെ രാജകുമാരി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇമ വെട്ടാതെ നോക്കുകയാണ്. രതിലീലയിൽ സമർത്ഥനായ കൃഷ്ണനെ, ഏറെ നാളായി തന്നോടൊത്ത് രതിലീലയ്ക്കായി കൊതിക്കുന്ന കൃഷ്ണനെ, തൻ്റെ സർവസ്വവുമായ കൃഷ്ണനെ, തനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കൃഷ്ണനെ, കാർമേഘവർണ്ണനെ, വനമാലിയെ, പീതാംബരധാരിയെ നോക്കി നിൽക്കുകയാണ്. പ്രണയത്തിന്റെ രാജകുമാരി, പ്രണയത്തിന്റെ രാജകുമാരി, പ്രണയത്തിന്റെ രാജകുമാരി. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.